അവർ നമുക്ക് നിർമ്മിച്ചു നൽകുകയും ചെയ്യും. അൽഹംദുലില്ലാഹ് നമ്മുടെ നാടിന്, നമ്മുടെ കളമശ്ശേരി തൃക്കാക്കര ഭാഗത്തിനെല്ലാം അഭിമാനമായിക്കൊണ്ട് സഹചാരി സെന്റർ തുറന്ന് പ്രവർത്തിക്കുകയാണ്. അതിന്റെ സമർപ്പണം മുസ്ലിം കൈരളിയുടെ ആത്മീയ നായകന്റെ കൈകൾ കൊണ്ട് തന്നെ തുടക്കം കുറിക്കാൻ സാധിച്ചു എന്നുള്ളത് നമുക്ക് ഓരോരുത്തർക്കും അഭിമാനിക്കാനുള്ള വകയാണ്. സഹചാരി സെന്റർ ഇന്ന് നാട്ടിൽ സുപരിചിതമാണ്. കളമശ്ശേരി മേഖലയിലെ ഓരോ ആളുകൾക്കും അറിയാം എന്താ സഹചാരി സെന്റർ എന്ന്. 1.5 മാസക്കാലമായി നമ്മളതിന്റെ പ്രവർത്തനങ്ങളുമായി പല ആളുകളെയും കാണുകയും അതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്തു. അത് ആളുകൾ ഏറ്റെടുത്തു. വളരെ ആവേശപൂർവ്വമാണ് അവരെ നമ്മളെ സഹായിക്കാൻ മുന്നോട്ട് വന്നത്. അത്തരത്തിൽ ജീവകാരുണ്യ പ്രവർത്തന മേഖലകളിൽ ഒരു വിപ്ലവം സൃഷ്ടിക്കാൻ SKSSF പ്രതിജ്ഞാബദ്ധമായി മുന്നോട്ട് വന്നിരിക്കുമ്പോൾ SKSSFന്റെ കളമശ്ശേരി മേഖലാ കമ്മിറ്റി വളരെ പ്രത്യാശാപൂർവം ആവേശപൂർവം അത് ഏറ്റെടുത്തിരിക്കുകയാണ്. അതിന്റെ പരിസമാപ്തി കുറിച്ചുകൊണ്ട് അതിന്റെ ഔപചാരികമായ സമർപ്പണമാണ് ഇന്നിവിടെ നടക്കുന്നത്. സഹചാരി സെന്ററിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളും അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ വിശദീകരിക്കുന്നതിനുമെല്ലാം നമ്മുടെ SKSSFന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള വ്യക്തിത്വങ്ങൾ നമ്മുടെ സദസ്സിലുണ്ട്. അതുകൊണ്ട് അതിന്റെ വിശദീകരണത്തിലേക്ക് കടക്കാതെ എന്നിൽ അർപ്പിക്കപ്പെട്ട ഉത്തരവാദിത്വം നിറവേറ്റുകയാണ് ഞാൻ. ആദ്യമായി കൊണ്ട് തന്നെ ഈ സംഗമത്തിന്റെ അധ്യക്ഷൻ, സമസ്ത കേന്ദ്ര മുഷാവറ അംഗം, നമുക്കെല്ലാവർക്കും ഏറ്റവും പ്രിയപ്പെട്ട നമ്മളിൽ ഒരാളായി നിന്നുകൊണ്ട്, നമ്മളുടെ കൂടെ നിന്നുകൊണ്ട്, ഒരാലിമായിട്ട് പോലും ഒരു പണ്ഡിതനായിട്ട് പോലും താഴേക്കടയിലുള്ള ഒരു സാധാരണ പ്രവർത്തകനെ പോലെ നമ്മൾ തോളോട് തോൾ ചേർന്നതുകൊണ്ട് സമസ്തയുടെ പ്രവർത്തനങ്ങൾക്ക് എറണാകുളം ജില്ലയിൽ ഒരു വലിയ ചലനമുണ്ടാക്കാൻ കാരണമായ ഹസൻ ഫൈസി ഉസ്താദ് അവറുകളെയാണ് ഏറ്റവും ബഹുമാനാദരവോടുകൂടി ഹസൻ ഫൈസി ഉസ്താദ് അവറുകളെ ഈ സംഗമത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. ഈ സംഗമം ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ സഹചാരി സെന്റർ ഈ നാടിനായി സമർപ്പിക്കുന്നത് മുസ്ലിം കൈരളിയുടെ ആത്മീയ നായകൻ പാണക്കാട് സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങളാണ്. സ്വാദിഖ് അലി ശിഹാബ് തങ്ങളെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല എന്ന് തോന്നുന്നു. സമുദായ സേവനത്തിന് വേണ്ടി അവരുടെ ജീവിതം ഒഴിഞ്ഞു വെച്ചുകൊണ്ട് അവർ മുന്നോട്ട് പോകുമ്പോൾ ഇത്തരത്തിലുള്ള സംഗമങ്ങളിലെല്ലാം അവരുടെ സാന്നിധ്യം കിട്ടുക എന്നുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഭാഗ്യം തന്നെയാണ്. തങ്ങളവരുകളെ എല്ലാ ബഹുമാനാദരവുകളോടും കൂടി ഈ സംഗമത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ സംഗമത്തിൽ മുഖ്യപ്രഭാഷണം നടത്തുന്നത് SKSSFന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ്, നമ്മുടെ എറണാകുളം ജില്ലക്കാരൻ കൂടിയായ, നമുക്ക് അഭിമാനിക്കാൻ വക നൽകിയ നമ്മുടെ ഓണംപള്ളി മുഹമ്മദ് ഉസ്താദ് അവറുകളാണ്. ഉസ്താദിനെയും ഏറ്റവും ബഹുമാനാദരവുകളോടുകൂടി ഈ സംഗമത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ നാട്ടിലെ ഇത്തരത്തിലുള്ള വിദ്യാർത്ഥി പടയണികളുടെ കൂട്ടായ്മകളിലെല്ലാം തന്റെ സ്വതസിദ്ധമായ അഭിപ്രായം പറയുകയും വിദ്യാർത്ഥികളുടെ കൂട്ടങ്ങളെ വളരെ ആവേശപൂർവ്വം കാണുകയും ചെയ്യുന്ന ആളാണ് TA അഹമ്മദ് കബീർ MLA സാഹിബ്. അദ്ദേഹത്തെയും ബഹുമാനാദരവുകളോടുകൂടി ഈ സംഗമത്തിലേക്ക് സ്വാഗതം ചെയ്യും. നമ്മുടെ ഈ മഹലിന്റെ ഖത്തീബ്, ഖുർആൻ സ്റ്റഡി സെന്ററിന്റെ എറണാകുളം ജില്ലാ പ്രസിഡന്റ്, വഫിയ കോളേജിന്റെ പ്രിൻസിപ്പൽ, അങ്ങനെ ഒട്ടനവധി പദവികൾ അലങ്കരിക്കുന്ന, അതിനേക്കാൾ ഉപരി ഞങ്ങളെല്ലാം ഉസ്താദ് കൂടിയായ MM അബൂബക്കർ ഫൈസി ഉസ്താദിന് എല്ലാ ആദരവുകളോടും കൂടി ഈ സംഗമത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കളമശ്ശേരി മുനിസിപ്പാലിറ്റിയുടെ വൈസ് ചെയർമാനും ഈ വാർഡിലെ കൗൺസിലറും നമ്മുടെ പ്രവർത്തനങ്ങൾക്കെല്ലാം ആത്മാർത്ഥമായി സഹകരണവും സഹായവും തന്നുകൊണ്ടിരിക്കുന്ന TS അബൂബക്കർ സാഹിബിനെയും ഈ സംഗമത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. SKSSF പെരുന്നാൾ ദിനത്തിൽ നടത്തിയ പാതയം പരിപാടി ഇവിടെയുള്ള എല്ലാവർക്കും സുപരിചിതമാണ്. ഇത്തരമൊരു പരിപാടിയായിക്കൊണ്ട് കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നമ്മൾ സമീപിച്ചപ്പോൾ വളരെ ആവേശത്തോടെ നമ്മളുടെ സംഘടനയെ കൈനീട്ടി സ്വീകരിച്ച ആളാണ് മെഡിക്കൽ കോളേജിന്റെ സൂപ്രണ്ട് അനിൽകുമാർ സാഹിബ്. നമ്മളിങ്ങനെ ഒരു സഹചാരി സെന്റർ ഇത്തരം ആതുര സേവന രംഗത്തേക്ക് ഒരു കേന്ദ്രം തുറക്കുന്നു എന്ന് പറഞ്ഞ് ഡോക്ടറുമായി സമീപിച്ചപ്പോൾ വളരെ ആവേശപൂർവ്വം ഇത് ഏറ്റെടുക്കുകയും ഈ പരിപാടിയിൽ എന്തെല്ലാം അസൗകര്യങ്ങളുണ്ടെങ്കിലും ഞാൻ സംബന്ധിക്കുമെന്ന് നമുക്ക് ഉറപ്പു നൽകിയ ആളാണ് അനിൽകുമാർ സാർ. സാറിനോട് ഒരു അപേക്ഷയോടുകൂടി തന്നെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഈ സഹചാരി സെന്ററിന്റെ പ്രവർത്തനം
വിഖായയുമായി ഏകോപിച്ചുകൊണ്ട് കളമശ്ശേരി മെഡിക്കൽ കോളേജ് കേന്ദ്രീകരിച്ചുകൊണ്ടാണ് നടക്കാൻ പോകുന്നത്. ആതുര സേവന രംഗത്ത് SKSSFന്റെ സന്നദ്ധ വിഭാഗമായിക്കൊണ്ട് വിഖായയുടെ വളണ്ടിയേഴ്സ് കളമശ്ശേരി മെഡിക്കൽ കോളേജ് കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തനം വളരെ ഉടനെ തന്നെ ആരംഭിക്കുന്നതാണ്. അതിൽ ഡോക്ടറിന്റെ എല്ലാവിധ സഹായ സഹകരണങ്ങളും ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അദ്ദേഹത്തെയും ഈ സംഗമത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. നാം ഓർമ്മ വെച്ച കാലം തൊട്ട് സമസ്ത എന്ന് കേൾക്കുമ്പോൾ കളമശ്ശേരി മേഖലയിൽ തെളിഞ്ഞു വരുന്ന ഒരു പേരാണ് AM പരീദ് സാഹിബ്. സമസ്ത എന്ന് പറയുമ്പോൾ കളമശ്ശേരി എന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് വരുന്ന ഒരു ഓർമ്മ എല്ലാവർക്കും പരീദിക്കാനെ കുറിച്ചായിരിക്കും. അദ്ദേഹത്തെയും ഏറ്റവും ബഹുമാനാദരവുകളോടുകൂടി ഈ സംഗമത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. SYSന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തെ ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. മറ്റ് വേദിയിലുള്ള വ്യക്തിത്വങ്ങളെല്ലാം ഉണ്ട്. SKSSFന്റെ ജില്ലാ സെക്രട്ടറി, നമ്മുടെ നാട്ടുകാരൻ കൂടിയായ PM ഫൈസൽ, ഖുർആൻ സ്റ്റഡി സെന്ററിന്റെ സെക്രട്ടറി MB മുഹമ്മദ് സാഹിബ്, വാഫി കോളേജിന്റെ പ്രിൻസിപ്പൽ ജാഫർ ഷെരീഫ് വാഫി, കൗൺസിലർ TM അലി സാഹിബ്, ഖുർആൻ സ്റ്റഡി സെന്ററിന്റെ ട്രഷറർ സലാം ഹാജി, നമ്മളുടെ ഈ SKSSFന്റെ പ്രവർത്തനങ്ങൾക്കെല്ലാം മുതൽ കൂട്ടായിക്കൊണ്ട് എന്നും നമ്മളോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്ന അസൈനാർ മൗലവി ഉസ്താദ് അവറുകൾ, നമ്മുടെ MMA-യുടെ ജനറൽ സെക്രട്ടറി, ജില്ലാ കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി കൂടിയാണ് അദ്ദേഹം. മറ്റ് വേദിയിലും സദസ്സിലുമുള്ള ഒരുപാട് ആളുകളുണ്ട്. നമ്മുടെ മുസ്ലിം മാനേജ്മെന്റ് അസോസിയേഷന്റെ പ്രസിഡന്റ് PB കമാലുദ്ദീൻ സാഹിബ്, SYSന്റെ കളമശ്ശേരി മണ്ഡലം സെക്രട്ടറി അലിയാർ കാരുവള്ളി സാഹിബ്, മറ്റ് ഒരുപാട് നേതാക്കൾ നമ്മുടെ വേദിയിലെ സദസ്സിലുണ്ട്, വേദിയിലുണ്ട്. എല്ലാവരെയും എല്ലാവിധ ബഹുമാനാദരവുകളോടും കൂടി ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്യുകയാണ്, ക്ഷണിക്കുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും ആത്മാർത്ഥമായ സഹകരണവും പിന്തുണയും ഈ സഹചാരി സെന്ററിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിലേക്ക് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എറണാകുളം ജില്ലയിലെ സുന്നത്ത് ജമാഅത്തിന്റെ ധീരശബ്ദം, സമസ്ത പ്രവർത്തകരുടെ ഊർജം, ലളിതവും കൃത്യവുമായ നിലപാടുകൾ, ജില്ലാ SKSSFന്റെ ആശയും ആശ്രയവുമായ സമസ്ത കേന്ദ്ര മുശാവറ അംഗം ഉസ്താദ് ES ഹസൻ ഫൈസി ഉസ്താദ് അവർകളെ അധ്യക്ഷ ഭാഷണം നിർവഹിക്കുന്നു. സാദരം സ്വാഗതം ചെയ്യുന്നു. السلام عليكم الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين برضا الله ما بعد. بسم الله الرحمن الرحيم. وتعاونوا على البر والتقوى ولا تعاونوا على الإثم والعدوان. وقال رسول الله صلى الله عليه وسلم ارحموا من في الأرض يرحمكم من في السماء. وأيضا قال عليه الصلاة والسلام والله في عون العبد ما كان العبد في عون أخيه. ബഹുമാന ആദരവുകൾ നിറഞ്ഞ മുസ്ലിം കൈരളിയുടെ ആത്മീയ ആചാര്യൻ, നേതാവ്, ബഹുമാനപ്പെട്ട സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, എൻ്റെ പ്രിയപ്പെട്ട സഹപാഠി MM അബൂക്കർ ഫൈലി, സ്വാഗതം ആശംസിച്ച PH ഹജാസ്, ബഹുമാനപ്പെട്ട TA ഹമ്മദ് കബീർ MLA, TS അബൂബക്കർ, ഓണംപള്ളി മുഹമ്മദ് ഫൈലി, AM പരീദ് സാഹിബ്, PM ഫൈസൽ, PB കമാലുദ്ദീൻ, അലിയാർ കാരുവള്ളി തുടങ്ങിയ നമ്മുടെ വേദിയിലും സ്റ്റേജിലുമൊക്കെ അണിനിരന്ന നേതാക്കന്മാരെ, സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരെ, ഒരു സുദീർഘമായ അധ്യക്ഷ പ്രഭാഷണം ഉദ്ദേശിക്കുന്നില്ല. അൽഹംദുലില്ലാഹ്, പടച്ച തമ്പുരാൻ നമ്മുടെ ഈ സംഗമം കബൂൽ ചെയ്യുമാറാകട്ടെ, ആമീൻ. ഇവിടെ തുടങ്ങിയ ഈ സഹചാരി സെന്റർ സാധുക്കൾക്ക് ഒരത്താണിയും ആശയ കേന്ദ്രവുമായി അള്ളാഹു മാറ്റുമാറാകട്ടെ, ആമീൻ. സാധുക്കളെ സഹായിക്കുന്നതിലൂടെ നമുക്ക് സ്വർഗത്തിലെത്താമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പാവങ്ങളെ സഹായിക്കുന്നത്, രോഗികളെ സഹായിക്കുന്നത്, അള്ളാഹു അവനെ തന്നെ സഹായിക്കുകയും അവനെ തന്നെ പരിചരിക്കുകയും ചെയ്യുന്നതിന് സമാനമാണ്. ഒരു ഹദീസ്
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി പ്രമുഖ ഹദീസ് ഗ്രന്ഥങ്ങളൊക്കെ ഉദ്ധരിച്ചിട്ടുണ്ട്. അള്ളാഹു നാളെ മനുഷ്യനോട് ചോദിക്കും, ഞാൻ രോഗിയായിട്ട് എന്തുകൊണ്ട് നീ എന്നെ സന്ദർശിച്ചില്ല? അപ്പോൾ മനുഷ്യൻ പറയും, നീ റബ്ബുൽ ആലമീനല്ലേ, നിന്നെ എങ്ങനെയാണ് ഞാൻ സന്ദർശിക്കുക? അപ്പോൾ അള്ളാഹു പറയും, എൻ്റെ ഇന്നാലിന്ന അടിമ രോഗിയായിട്ട് നീ അവനെ സന്ദർശിച്ചുവെങ്കിൽ എന്നെ സന്ദർശിച്ചതിന് തുല്യമായിരുന്നു. ഞാൻ നിന്നോട് ആഹാരം തേടിയിട്ട് നീ എനിക്ക് ആഹാരം തന്നോ? ഞാൻ നിന്നോട് വസ്ത്രം ചോദിച്ചിട്ട് വസ്ത്രം തന്നോ? ഞാൻ നിന്നോട് വെള്ളം ചോദിച്ചിട്ട് വെള്ളം തന്നോ? അപ്പോഴൊക്കെ നേരത്തെ പറഞ്ഞതുപോലുള്ള മറുപടി പറയുമ്പോൾ അള്ളാഹു പറയുന്നത്, അവന് വെള്ളം കൊടുത്തിരുന്നെങ്കിൽ, അവന് വസ്ത്രം കൊടുത്തിരുന്നെങ്കിൽ, അവന് ഭക്ഷണം കൊടുത്തിരുന്നെങ്കിൽ എനിക്ക് തന്നതിന് തുല്യമാണ്. അപ്പോൾ സാമൂഹിക സേവനം, റബ്ബിന്റെ വലിയ തൃപ്തി, പടച്ചവനൊന്നും നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. പടച്ചവന് തന്നെ നമ്മൾ സേവനം ചെയ്യാൻ കഴിയുമെങ്കിൽ അവനക്ക് നമ്മുടെ സഹായങ്ങളൊന്നും ആവശ്യമില്ല. പക്ഷെ അതിന് തുല്യമായിട്ടാണ് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഇതിനെ കാണുന്നത്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇർഹമു മൻഫിൽ അർളി യർഹംകും മൻഫിസ് സമാ. പ്രസിദ്ധമായ ഹദീസാണ്. നമുക്ക് മാത്രമല്ല, മുസ്ലിം സുഹൃത്തുക്കൾക്ക് വരെ അറിയാം. ഭൂമിയിലുള്ളവരോട് കരുണ ചെയ്യുക, ആകാശത്തിന്റെ അധിപനായ സൃഷ്ടാവായ അള്ളാഹു നിങ്ങൾക്ക് കരുണ ചെയ്യും. അപ്പൊ റബ്ബിന്റെ കരുണ കിട്ടാൻ നിസ്കാരവും നോമ്പും മറ്റ് ഹജ്ജും ഇതിനൊക്കെ അതുപോലെ തന്നെ ഉള്ള ഒരു സൽക്കർമ്മം തന്നെയാണ്. ആ നിലക്ക് തന്നെ ഇതിനെ കാണുകയും ഇതിനു വേണ്ടി നടക്കുന്ന ഓരോ നടത്തവും അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദിന് സമാനമാണ്. നമ്മുടെ SKSF കളമശ്ശേരി മേഖല, അജാസ് അടക്കമുള്ള, നൗഫൽ അടക്കമുള്ള നമ്മുടെ പ്രവർത്തകർ ഒരുപാട് നാളായി ഇതിനുവേണ്ടി ഓടി നടക്കുന്നു. പടച്ച തമ്പുരാൻ നമ്മുടെ പ്രവർത്തകരുടെ അതിന് സഹായിച്ച, അതിന് സംഭാവന ചെയ്ത വലിയ സംഭാവന ചെയ്തവരുണ്ട്, ചെറിയ സംഭാവനകൾ ചെയ്തവരുണ്ട്, ഉപകരണങ്ങൾ നൽകിയവരുണ്ട്. ആരെല്ലാം ഇതുമായി ധനം കൊണ്ടും ശരീരം കൊണ്ടും സഹായിച്ചോ അള്ളാഹുവെ, രണ്ട് വീട്ടിലും അവർക്ക് നീ ഖൈറ് കൊടുക്കണേ തമ്പുരാന്. നമ്മുടെ വിദ്യാർത്ഥികളുടെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ ദൂരീകരിക്കുകയും നീ അവർക്ക് ഖൈറ് ചെയ്യുകയും ചെയ്യണമേ തമ്പുരാന്. ആമീൻ യാ റബ്ബൽ ആലമീൻ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വല്ലാഹു ഫീ ഔനിൽ അബ്ദി മാ കാനൽ അബ്ദു ഫീ ഔനി അഖി. നമ്മൾ ഒരാളെ സഹായിക്കുമ്പോൾ അള്ളാഹു നമ്മെ സഹായിച്ചുകൊണ്ടിരിക്കും. ഇത് മാത്രം നാം മുന്നിൽ കണ്ടാൽ മതി. മറ്റാളുകളുടെ പ്രശംസയും ജനങ്ങളുടെ വിമർശനങ്ങളൊക്കെ ഒരു പൊതുരംഗ സ്വാഭാവികമാണ്. എല്ലാവർക്കും കൊടുത്തില്ല, ഞാൻ റെക്കമെൻഡ് ചെയ്ത ആൾക്ക് കൊടുത്തില്ലല്ലോ, അങ്ങനെ പറയും. മുഴുവൻ ആളുകളെയും രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ലെങ്കിലും ഒരാളെയെങ്കിലും രക്ഷപ്പെടുത്താൻ, ഒരാൾക്കെങ്കിലും കൊടുക്കാൻ കഴിഞ്ഞാൽ നമ്മൾ ധന്യരായി. അതുകൊണ്ട് കഴിയുന്ന നമ്മുടെ പരിമിതിയിൽ നിന്ന് ഒതുങ്ങിക്കൊണ്ട് നമ്മുടെ സമൂഹത്തിനും ആവശ്യമെങ്കിൽ നമ്മുടെ സമൂഹത്തിനും മാത്രമല്ല, കഷ്ടപ്പെടുന്ന മറ്റ് നമ്മുടെ സഹോദര സമുദായങ്ങളിൽ പെട്ടവർക്ക് വരെയും നമുക്കിത് ചെയ്യാൻ കഴിയും. അല്ലാഹു തആല വളരെ വിശാലമായ രീതിയിൽ അല്ലാഹു തആല ഇതിനെ ഉയർത്തുമാറാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സ്വാഗത പ്രഭാഷണം അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. പാണക്കാട് കുടുംബത്തിന്റെ ഓർമ്മ പോലും നമുക്ക് സ്വാന്തനത്തിന്റെ കുളിരും ആശ്വാസവുമാണ്. സമൂഹത്തിന്റെ എല്ലാവർക്കും ആ സ്വാന്തനം ലഭ്യമായിട്ടുണ്ട്. സമൂഹത്തിന്റെ ഇല്ലായ്മകളിലും വേദനകളിലും ആശ്വാസമെത്തിക്കാനും അതോടൊപ്പം തന്നെ മതസാമൂഹിക സാംസ്കാരിക രംഗത്തെ ധീരവും ഋജുവുമായ ശബ്ദം ആകാനും സാധിച്ച മുസ്ലിം കൈരളിയുടെ ആത്മീയ നായകൻ പാണക്കാട് സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ സഹചാരി സെന്റർ നാടിന് സമർപ്പിക്കുകയാണ്. സാദരം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പ്രിയങ്കരനായ അധ്യക്ഷൻ, സംസ്ഥാന കേന്ദ്ര മുശാവറ അംഗം കൂടിയായ ഉസ്താദ് ES ഹസൻ ഫൈസി അവർ, പ്രിയങ്കരനായ MLA TA അഹമ്മദ് കബീർ സാഹിബ് അവർ, പ്രിയപ്പെട്ട ഓണമ്പിള്ളി അവർ, ഫരീദ് സാഹിബ് അവർ, MA അബൂബക്കർ ഫൈസി, ഇവിടെ സ്വാഗതം ആശംസിച്ച BH അജാസ്, ബഹുമാനപ്പെട്ട TS അബൂബക്കർ, മെഡിക്കൽ കോളേജിൻ സൂപ്രണ്ട്,
ഡോക്ടർ അനിൽകുമാർ, വേദിയിൽ ഉപേക്ഷിതരായിട്ടുള്ള മറ്റ് പണ്ഡിതവര്യന്മാരെ, സാമൂഹ്യ സേവന സാംസ്കാരിക മേഖലകളിലെ മറ്റ് വിശിഷ്ട വ്യക്തിത്വങ്ങളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, കഴിഞ്ഞ ഏതാണ്ട് ഒരു ദശകമായി SKSF വളരെ ലളിതമായ രീതിയിൽ വളരെ ഒതുങ്ങിക്കൊണ്ട് തുടക്കം കുറിച്ച ഒരു പദ്ധതിയായിരുന്നു സഹചാരി പദ്ധതി എന്നുള്ളത്. അത് ഇന്ന് അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ വ്യാപകമായി നടപ്പാക്കാൻ തന്നെ സംസ്ഥാന കമ്മിറ്റി തീരുമാനിക്കുകയും അതിൻ്റെ വെളിച്ചത്തിലാണല്ലോ ഏതാണ്ട് 120 മേഖലകളിൽ, സ്ഥലങ്ങളിൽ സഹചാരി സെന്ററുകൾക്ക് ഇന്ന് രൂപം നൽകപ്പെടുകയുമുണ്ടായി. നേരത്തെ വളരെ പരിമിതമായിട്ടുള്ള നിലക്ക് നമ്മുടെ അത്യാവശ്യം പ്രവർത്തകന്മാരോ പള്ളികളിലെ മദ്രസകളിലെ നമ്മുടെ ഉസ്താദന്മാരോ അവർക്കൊക്കെ അവരുടെ രോഗ ശുശ്രൂഷയ്ക്ക് ആവശ്യമായിട്ട് പരിമിതമായിട്ടുള്ള സഹായങ്ങളായിരുന്നു ഇതിന്റെ തുടക്കത്തിൽ നൽകപ്പെട്ടിരുന്നത്. പിന്നീട് പ്രവർത്തകന്മാരുടെ എല്ലാം വകമഴിഞ്ഞ സഹായ സഹകരണങ്ങൾ അതോരോ വർഷവും അത് സ്വരൂപിക്കപ്പെടുന്നു. റമദാനിലെ ആദ്യ വെള്ളിയാഴ്ച സംസ്ഥാനത്തെ എല്ലാ പള്ളികളിലും സഹചാരിയുടെ ഒരു ധനശേഖരണം നടന്നു വരുന്നു. അതിൽ നിന്നൊക്കെ ഉണ്ടായ വലിയ ആത്മവിശ്വാസം, ആ ആത്മവിശ്വാസം ഈ പ്രവർത്തനം സംസ്ഥാന വ്യാപകമായി സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള തീരുമാനത്തിലേക്ക് സംസ്ഥാന SKSF കമ്മിറ്റി കടന്നു വരികയാണ് ചെയ്തത്. അതിനവർക്ക് സഹായവും സഹകരണവും ഒക്കെ നൽകാൻ സമൂഹത്തിലെ ഉദാരമതികളായിട്ടുള്ള ആളുകൾ തയ്യാറായി. പ്രത്യേകിച്ച് സഹചാരിയുടെ കാര്യത്തിൽ ഇവിടുത്തെ മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഇവിടെയുണ്ട്. അദ്ദേഹത്തെ പോലെയുള്ള ഡോക്ടർമാർ, അതുപോലെ തന്നെ മറ്റ് ആശുപത്രികൾ, ക്ലിനിക് മേധാവികൾ, ഇവരൊക്കെ തന്നെ എല്ലാ അർത്ഥത്തിലും ഇതിനെ സഹായിക്കാൻ വേണ്ടി, പലരും സൗജന്യമായി ചികിത്സിക്കാൻ അല്ലെങ്കിൽ ചുരുങ്ങിയ വിലക്ക് അല്ലെങ്കിൽ ചുരുങ്ങിയ ചിലവിൽ ചികിത്സിക്കാൻ ആശുപത്രികൾ, ഇപ്പോൾ കിഡ്നി പേഷ്യൻസൊക്കെ വരുമ്പോൾ ഡയാലിസിസിനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കും. ഇങ്ങനെ ഈ ഒരു സതുദ്ദേശത്തോടെ ഉള്ള ഈ പ്രവർത്തനം, നേരത്തെ അവിടെ ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ താബിനു അലൽ ബിർരി വത്തഖ്വ എന്ന് പരിശുദ്ധ ഖുർആൻ വിശേഷിപ്പിക്കുന്ന തരത്തിലേക്ക് നന്മയുടെയും ഭക്തിയുടെയും മാർഗത്തിലൂടെ ഇത് മുന്നേറിയപ്പോൾ സ്വാഭാവികമായും ഇതിന് ഉണ്ടായ വളർച്ച, ആ വളർച്ചയാണ് ഇന്ന് നമുക്കിവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ഞാൻ തന്നെ ഇപ്പോൾ 4ാമത്തെ പരിപാടിയിലാണ് ഇന്ന് സഹചാരി. ഞാൻ ഇന്ന് തൃശ്ശൂരിലും എറണാകുളത്തുമായിട്ട് ഇങ്ങനെ വരുന്ന സമയത്ത് 4ാമത്തെ പരിപാടിയാണ് സഹചാരിയുമായി ബന്ധപ്പെട്ടുകൊണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ വിചാരിക്കുമായിരുന്നു, വളരെ വിപുലമായി ഇത് നടക്കുന്നുണ്ടല്ലോ. SKSFന്റെ യൂണിറ്റുകളൊക്കെ ഇത് വളരെ ഗൗരവത്തോടെ തന്നെ എടുത്തുകൊണ്ട് അവർ വളരെ സജീവമായ ആത്മാർത്ഥതയോടെ അതിൻ്റെയൊക്കെ ഓരോ കേന്ദ്രത്തിലും, നമ്മളിപ്പോൾ ഇവിടെ കേന്ദ്രത്തിൽ കണ്ട പോലെ മെഡിക്കൽ സാമഗ്രികൾ, ഇപ്പോൾ വാട്ടർ ബെഡും അതുപോലെ തന്നെ വാക്കറും ഇതൊക്കെ ഉൾക്കൊള്ളുന്ന സാമഗ്രികൾ ആ സെന്ററുകളിലൊക്കെ, പ്രഷർ അളക്കുന്ന യന്ത്രം, അതുപോലെ തന്നെ മറ്റ് ബ്ലഡ് ഷുഗറും അതുപോലെ കൊളസ്ട്രോളും ഇതിനൊക്കെ അളക്കുന്ന തരത്തിലുള്ള മെഷീനുകളൊക്കെ സ്വരൂപിച്ചുകൊണ്ട് ഈ രംഗത്ത് കുട്ടികൾ അവരുടെ ആത്മാർത്ഥതയോടെയുള്ള ആ ഒരു സമീപനം എല്ലായിടത്തും എനിക്ക് കാണുവാൻ സാധിച്ചു. വിജ്ഞാനം, വിനയം, സേവനം എന്ന മുദ്രാവാക്യമാണല്ലോ SKSFനുള്ളത്. തുടക്കം തൊട്ട് തന്നെ നമ്മൾ ആ മുദ്രാവാക്യത്തെ വിദ്യാർത്ഥികൾക്കിടയിൽ സന്നിവേശിപ്പിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ, വിദ്യാർത്ഥി സംഘടന എന്നുള്ള പരിമിതികൾക്കൊക്കെ അപ്പുറത്താണ് പലപ്പോഴും SKSF അതിൻ്റെ സേവന മേഖലയിലൂടെ മുന്നോട്ട് പോകുന്നത്. സാമൂഹ്യ സേവനം ഏറ്റവും നല്ല പ്രവർത്തനം അതാണല്ലോ. നിങ്ങളിൽ നല്ല നേതാവ് ആര് എന്നുള്ള ചോദ്യത്തിന് പരിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത ഉത്തരം, നിങ്ങൾ നല്ല സേവകൻ, ഏറ്റവും നല്ല സേവകൻ ആരോ
അയാളാണ് നല്ല നേതാവെന്നാണ് പറഞ്ഞത്. പള്ളിയിൽ വിശുദ്ധ പള്ളികളോടുള്ള സഹവാസം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒഴിച്ചുകൂടാനാവാത്താണല്ലോ. നമ്മൾ നമസ്കരിക്കാൻ വേണ്ടി പള്ളിയിൽ പോകുന്നുണ്ട്, ഖുർആൻ പാരായണത്തിന് പോകും, അല്ലെങ്കിൽ പള്ളിയിൽ എന്തെങ്കിലും നല്ല ഉപദേശങ്ങൾ ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ അവിടെ പോകും. ചുരുങ്ങിയത് പള്ളിയിൽ എത്തിക്കാതിരിക്കാൻ നമ്മൾ ഇഷ്ടപ്പെടും, അവിടെ ധ്യാനമിരിക്കാൻ. അത് വളരെ ഇഷ്ടപ്പെടുന്ന കാര്യമാണ്. നാളെ അർശിന്റെ തണൽ ലഭിക്കുന്ന കാര്യം കൂടിയാണ്. മഹ്ശറയുടെ കടോരതയിൽ അവിടെ അർശിന്റെ തണൽ ലഭിക്കുക എന്നുള്ളത് ഇവിടുത്തെ നമ്മുടെ കണക്കൂട്ടലിനനുസരിച്ചുള്ള തണലായിരിക്കുകയില്ല. അള്ളാഹു പറഞ്ഞ തണലാണ്. അതിവിടെ കാറ്റടിച്ച് വീശുമ്പോൾ നമുക്ക് കിട്ടുന്ന, അല്ലെങ്കിൽ ഒരു വൃക്ഷത്തിന്റെ ചോട്ടിലിരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന തണലല്ലാതെ മഹ്ശറയിലെ ആ കഠോരത പറയുമ്പോൾ സൂര്യൻ ഒരു ചാണ്ടിന് മുകളിലാണ് വരുന്നത്. അവിടെ അർശിന്റെ തണൽ ലഭിക്കുക എന്നുള്ളത് അത് ആ അർത്ഥത്തിൽ വേണം നമ്മൾ കാണുക. അതൊരു ഏറ്റവും വലിയ സംരക്ഷണമായിരിക്കും. ആ സംരക്ഷണത്തിന് കാരണമാണ് പള്ളികളിൽ നമ്മൾ സഹവാസം നടത്തുക എന്നുള്ളത്. എന്നാൽ ആ പള്ളികളിലെ സഹവാസത്തെക്കാളും തന്റെ സഹോദരന് ഒരാവശ്യത്തിന് വേണ്ടി പള്ളിക്ക് പുറത്തിറങ്ങി ആ സഹോദരനെ സഹായിക്കാനാണ് ഒരു വിശ്വാസി തയ്യാറാകുന്നതെങ്കിൽ അത് ഈ ധ്യാനമിരിക്കുന്നതിനേക്കാളും പുണ്യകരമാണ് എന്ന് ഖാതിമുൽ അംബിയാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓർപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പള്ളിയിലിരിക്കുമ്പോൾ നമ്മളൊരാവശ്യത്തിന്, ഒരാൾ സഹായത്തിന് വേണ്ടി, അയാളുടേതായ ഒരു കാര്യത്തിന് വേണ്ടി സഹായിക്കുക. നമ്മൾ ഇറങ്ങിച്ചെന്നാൽ അയാൾക്ക് ആ സഹായം കിട്ടും. ഇപ്പോൾ രോഗിയാണെങ്കിൽ ആ രോഗിക്ക് ആ സഹായം കിട്ടും. അവശതയുള്ള ആളാണെങ്കിൽ അയാൾക്ക് ആ സഹായം, ഏതോ തരത്തിലുള്ള സഹായങ്ങളാകട്ടെ, ഒരു മനുഷ്യന് അനുവദനീയമായ ഹലാലായ മാർഗത്തിലുള്ള സഹായങ്ങൾക്ക് വേണ്ടി നമ്മൾ ഇറങ്ങി പുറപ്പെടുമ്പോൾ അത് പള്ളികളിൽ ഇരിക്കുന്നതിനേക്കാളും പുണ്യകരമാണ് എന്ന് പഠിപ്പിച്ചിട്ടുള്ള ഒരു പ്രത്യയശാസ്ത്രമാണ് വിശുദ്ധ ദീനുൽ ഇസ്ലാം എന്നുള്ളത്. അപ്പൊ അത് സാമൂഹ്യ സേവനത്തിന്റെ പ്രാധാന്യമാണ്. ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യന് ചെയ്തു കൊടുക്കേണ്ടതായ സേവനങ്ങൾ, അതായത് ഒറ്റപ്പെട്ട ജീവിതത്തെ അല്ല ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നത്. ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നത് കൂട്ടായ്മയുടെ ജീവിതമാണ്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ഒറ്റപ്പെട്ട സന്ദർഭത്തിൽ മക്കയിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി ഇസ്ലാം അവിടെ ഒറ്റപ്പെട്ടൊരു സന്ദർഭം ഉണ്ടായിട്ടുണ്ട്. ഹാജറ റളിയല്ലാഹു അൻഹ കൂടെ ഉണ്ടായിരുന്നു, കൊച്ചു മകൻ ഇസ്മായിൽ അലൈഹിസ്സലാം. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം അവിടെ നിന്ന് വിട്ടുപോകേണ്ടി വന്നു. ആ സന്ദർഭത്തിൽ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പ്രാർത്ഥിച്ചത് ഇവിടെ നിന്ന് ജനനിബിഡമാക്കണമേ എന്നാണ്. ജനനിബിഡമാകണമേ എന്ന് പ്രാർത്ഥിച്ചത് എന്തിനാണ്? ഉത്തമമായിട്ടുള്ള സംസ്കാരത്തിന്റെയും നാഗരികതയുടെയും ഉയർച്ചയ്ക്ക് വേണ്ടിയാണ്, വളർച്ചയ്ക്ക് വേണ്ടിയാണ്. ജനങ്ങൾ കൂടുമ്പോൾ, അല്ലെങ്കിൽ ജനങ്ങളുടെ സഹവാസം ഉണ്ടാകുമ്പോൾ അവിടെ സംസ്കാരങ്ങളും നാഗരികതകളും വളർന്നു വരും. അവിടെ വിഭവങ്ങളുണ്ടാകും, കാർഷിക വ്യവസ്ഥകൾ അവിടെ വരും. പുതിയ കാഴ്ചപ്പാടനുസരിച്ച് വ്യാവസായിക വളർച്ചകൾ അവിടെ ഉണ്ടാകും, രാഷ്ട്രീയ വളർച്ചകളുണ്ടാകും, സൈനിക വളർച്ചകളുണ്ടാകും. അപ്പൊ ജനങ്ങളുടെ ആ ഒരു കടന്നുവരവിലൂടെയാണ് ഇതൊക്കെ തന്നെ ലോകത്ത് സംഭവിക്കുക. അപ്പൊ ജനങ്ങള് കൂടുന്നതും സഹവസിക്കുന്നതും നന്മയ്ക്ക് വേണ്ടിയായിരിക്കണം എന്നുള്ള സന്ദേശം കൂടി അതിലുണ്ട്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം അത് പ്രാർത്ഥിക്കുന്നുമുണ്ട്. നമസ്കാരത്തെക്കുറിച്ച് അതിലൂടെ ഓർമ്മപ്പെടുത്തുന്നു, അള്ളാഹുവിനെ പിന്തുടരുന്നതിനെ കുറിച്ച് അവിടെ ഓർമ്മപ്പെടുത്തുന്നു, അത്തരം സമൂഹങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു. അങ്ങനെ വരുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ആ കൂട്ടായ്മയിൽ ഖൈറു ഉമ്മത്തിന്റെ കടന്നുവരവാണ് നമുക്ക് കാണുവാൻ കഴിയും. ഉത്തമ സമൂഹത്തിന്റെ കടന്നുവരവാണ് അതിലൂടെ. അത് മനുഷ്യർ എല്ലാവരും പരസ്പരം മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഉത്തമ സമൂഹം എല്ലാ നന്മകളുടെയും പ്രതീകങ്ങളായി അവർ മാറും. എല്ലാവരും ഒരേ തരത്തിൽ വിശ്വാസികളായിക്കൊള്ളണമെന്നില്ല. പക്ഷേ നന്മയുടെ പ്രചാരകന്മാരാകുമ്പോൾ, നന്മയുടെ കാവൽക്കാരാകുമ്പോൾ അവിടെ ഇതൾ വിരിയുന്ന സാമൂഹ്യ സൗന്ദര്യമുണ്ട്.
അതാണ് ഉത്തമ സമൂഹം. ആ സമൂഹത്തിൽ വിശ്വാസികൾക്ക് പ്രധാന പങ്ക് വഹിക്കുവാൻ കഴിയുന്നു. എന്ന് പറയുന്നിടത്ത് തന്നെ അവിടെ അള്ളാഹു ഏറ്റവുമേറെ ഇഷ്ടപ്പെടുന്നത് ഭയഭക്തിയോടെ ജീവിക്കുന്നവരാണ് എന്നുള്ളതാണ്. ഉത്തമ സമൂഹത്തിന്റെ നേതൃത്വം അവർക്കാണ്. നക്രമക്കും ഇന്ദല്ലാഹി അത്ഖാക്കും, അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് ജീവിക്കുന്നവർ, അള്ളാഹുവിൽ ഭയഭക്തിയോടെ ജീവിക്കുന്നവർ, അവരായിരിക്കും ആ ഉത്തമ സമൂഹത്തിന്റെ നേതൃസ്ഥാനത്തുണ്ടാവുക. അതേ അവസരത്തിൽ ആ സാമൂഹ്യ സൗന്ദര്യം അത് സമൂഹത്തിന്റെ മുഴുവനും ആശ്വാസമായി മാറുന്നു. അതായത് മുസ്ലിങ്ങൾ നന്നായാലും സമൂഹത്തിനാണ് ഇതിന്റെ ഗുണം എന്നാണ് ഇതിന്റെ ചുരുക്കം. അവരെ സമൂഹത്തിലെ അവശരെ, അനാഥരെ, ആലംബഹീനരെ, ഒറ്റപ്പെട്ടവരെ, വിധവകളെ, രോഗികളെ അവരെയൊക്കെ സഹായിച്ച് മുന്നോട്ട് പോകുമ്പോൾ അത് നൽകുന്ന സാമൂഹ്യമായിട്ടുള്ള ആശ്വാസം ഇന്ന് ഏറ്റവും ആവശ്യം അത് തന്നെയാണല്ലോ. ഇന്ന് ഈ സഹചാരിയിലൂടെയൊക്കെ നിങ്ങൾക്ക് ഒരുപാട് പേരെ സഹായിക്കാൻ കഴിയും. രോഗങ്ങളും വല്ലായ്മകളുമൊക്കെ വളരെ വർദ്ധിച്ചിട്ടുള്ള കാലമാണ്. മാനസികമായിട്ടുള്ള രോഗങ്ങൾ, ശരീരത്തിന്റെ രോഗങ്ങൾ, പടർന്നു പിടിക്കുന്ന രോഗങ്ങൾ. വൈദ്യശാസ്ത്രം വളരുന്നു എന്ന് അവകാശപ്പെടുമ്പോഴും പുതിയ പുതിയ രോഗാണുക്കൾ വൈദ്യശാസ്ത്രത്തിന്റെ മുമ്പിൽ ചോദ്യചിഹ്നമായി കടന്നു വരുന്നു. പ്രവചിക്കുവാൻ സാധിക്കുന്നില്ല. കാലാവസ്ഥ പലപ്പോഴും പ്രവചിക്കാറുണ്ട് നമ്മുടെ ശാസ്ത്രം. പക്ഷെ വൈദ്യശാസ്ത്രം ഒരിക്കലും ഇന്ന രോഗം ഇവിടെ വരും, ഇന്ന രോഗാണുക്കൾ ഇവിടെ വരും എന്ന് വൈദ്യശാസ്ത്രത്തിന് പ്രവചിക്കാൻ സാധിച്ചിട്ടില്ല. കാരണം അത് പ്രവചനാതീതമാണ്. അങ്ങനെ കടന്നു വരുന്ന രോഗങ്ങൾ വന്നതിന് ശേഷമുള്ള ചികിത്സ സ്വാഭാവികമായും ചെലവേറുന്നു. ജീവിതശൈലി രോഗങ്ങൾ ഒരു ഭാഗത്ത്, ജനിതക രോഗങ്ങൾ മറ്റൊരു ഭാഗത്ത്. ഇവയൊക്കെ തന്നെ നമ്മുടെ മുമ്പിൽ ചോദ്യചിഹ്നമാകുന്നു. ജനിതക രോഗങ്ങൾ പോലും പെട്ടെന്ന് പ്രകടമാകുന്നു ഇന്നത്തെ കാലഘട്ടത്തിൽ. മുമ്പൊക്കെ അതങ്ങനെ നിശബ്ദമായിട്ട് ഇരിക്കാറാണ് പതിവ്. പക്ഷെ അടുത്ത കാലത്തായി ജനിതക രോഗങ്ങൾ പ്രകടമാകും. നമ്മുടെ ജീവിതശൈലി കൊണ്ടായിരിക്കണം, ഭക്ഷണശൈലി കൊണ്ടായിരിക്കണം, ജീവിതത്തിലെ ടെൻഷൻ കൊണ്ടൊക്കെ ആയിരിക്കണം. ഒരുപാട് സഹിക്കാൻ മനസ്സിന് കഴിയും. മനസ്സിന്റെ സഹനം നഷ്ടപ്പെടുമ്പോൾ ശരീരത്തിനും അതിന്റെ പ്രതികരണം ഉണ്ടാകും. അതുകൊണ്ടാണ് ഇപ്പോൾ രോഗങ്ങളൊക്കെ കൂടിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് മനഃശാസ്ത്രം തന്നെ പറയുന്നത്. മനസ്സിന് പോലും സഹിക്കാൻ കഴിയുന്നില്ല. അത്രക്ക് ഉള്ള ഒരു ജീവിതത്തിന്റെ ഒരു ആധിക്യമാണ് ഇന്ന് സമൂഹത്തിലുള്ളത്. ആ ആധിക്യത്തെ തരണം ചെയ്യാൻ മനസ്സിന് സാധിക്കുന്നില്ല, മനസ്സുകൾക്ക് സാധിക്കുന്നില്ല. അവിടെ ശരീരം പെട്ടെന്ന് പ്രതികരിക്കുന്നു. അവയാണിപ്പോൾ രോഗങ്ങളായിട്ട് പെട്ടെന്ന് പ്രകടമാകുന്നത്. അത്തരമൊരു സാഹചര്യത്തിൽ അന്യോന്യമുള്ള സഹായത്തിന് വലിയ സാധ്യതകളുണ്ട്, അതിന് വലിയ പ്രസക്തിയുണ്ട്. സഹചാരിയിൽ നിന്നൊക്കെ ആ രീതിയിൽ സമൂഹത്തെ സഹായിക്കുവാൻ കഴിയും. ഇങ്ങനെ കാലഘട്ടത്തിന്റെ ആവശ്യങ്ങൾ നേരിട്ടുകൊണ്ട് അതിൽ നമുക്ക് ചെയ്യാവുന്നത് ചെയ്യാനുള്ള രീതിയിൽ സേവന മേഖലയിൽ മുന്നേറാൻ SKSF-ന്റെ പ്രവർത്തകന്മാർ തയ്യാറാകുന്നതിനെ വളരെയേറെ ഞാൻ അഭിനന്ദിക്കുകയാണ്. ഇനിയും നമുക്ക് ഒട്ടേറെ കാര്യങ്ങൾ SKSF കാലികമായിട്ട് ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ ഏറ്റെടുക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു വിദ്യാർത്ഥി സംഘത്തിന്റെ പരിമിതികൾക്കൊക്കെ അപ്പുറത്ത് സാമൂഹ്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, സാംസ്കാരികമായിട്ട് എന്ത് ചെയ്യാൻ കഴിയും, വിദ്യാഭ്യാസ മേഖലയിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, ഇവയൊക്കെ അതിനെക്കുറിച്ചൊക്കെ ഗവേഷണ ബുദ്ധിയ തന്നെ അവർ ആലോചന നടത്തിക്കൊണ്ടാണ് ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മുൻപിൽ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമുക്കൊരു ഗ്രീൻ ക്ലബ്, ഇപ്പോൾ പുതിയ കാലഘട്ടത്തിലെ ഈ പുതിയ ജൈവ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള പ്രവർത്തനം. അപ്പോൾ കാലികമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് വിദ്യാർത്ഥികളെ സജ്ജമാക്കുക, യുവാക്കളെ സജ്ജമാക്കുക എന്നുള്ള രീതിയിലുള്ള SKSF-ന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും സർവശക്തന് അനുഗ്രഹിക്കുമാറാകട്ടെ, വിജയിപ്പിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന മഹത്തായ ദിനത്തോടെ ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നു. വഖ്റുദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. SKSF കളമശ്ശേരി മേഖലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ഹിദായ കോൺഫറൻസിന്റെ പ്രഖ്യാപനം ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ നിർവഹിക്കുന്നു. സാദരം സ്വാഗതം ചെയ്യും.
അസ്സലാമു അലൈക്കും. മറ്റൊരു ഉത്തരവാദം കൂടി ഇവിടെ ഏൽപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. കളമശ്ശേരി മേഖല SKSF കമ്മിറ്റി ഹിദായ കോൺഫറൻസ് 2016 എന്ന പേരിൽ ഒരു നല്ല സമ്മേളനം ഇവിടെ സംഘടിപ്പിക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നു. അതിൻ്റെ പ്രഖ്യാപനം നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹിദായ കോൺഫറൻസ് 2016 നവംബർ 18, 19, 20 തീയതികളിൽ വാദിഹുദ കൈപ്പടവുകൾ എന്ന നഗരിൽ വെച്ച് നടക്കുന്നതാണ്. അള്ളാഹു അതിനെ വിജയിപ്പിക്കുമാറാകട്ടെ. അസ്സലാം. ആതുര സേവന രംഗത്ത് പ്രഗത്ഭനും കൊച്ചി മെഡിക്കൽ കോളേജ് സൂപ്രണ്ടുമായ ഡോക്ടർ അനിൽകുമാർ സാർ ആശംസകൾ അർപ്പിക്കുന്നു. സാദരം സ്വാഗതം ചെയ്യുന്നു. ഈ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്ന ബഹുമാനപ്പെട്ട ഉസ്താദ് ES ഹസൻ ഫൈസി അവർകൾ, ഈ യോഗം ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ അവർകൾ, വേദിയിലും സദസ്സിലും വിശിഷ്ടരായിട്ടുള്ള വിശിഷ്ട വ്യക്തികളെ, സുഹൃത്തുക്കളെ, ആദ്യമായിട്ട് SKSSFനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പുണ്യകർമ്മം ആരംഭിക്കുവാനുള്ള ഒരു സുദിനത്തിൽ ഈ മെഡിക്കൽ കോളേജിൻ്റെ റെപ്രസെൻ്റ് ചെയ്ത് എന്നെ ഇവിടെ ക്ഷണിക്കുവാനുള്ളതിൻ്റെ സന്തോഷവും സ്നേഹവും ഞാൻ ആദ്യമായി നിങ്ങളെ അറിയിക്കുകയാണ്. നമ്മൾ മെഡിക്കൽ കോളേജുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, ഒരു മനുഷ്യനുണ്ടാകുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്ന് പറയുന്നത് രോഗാവസ്ഥയാണ്. അതിൻ്റെ കൂട്ടത്തിൽ സാമ്പത്തികമായ ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ നോക്കാൻ ആരുമില്ലാത്ത ഒരവസ്ഥ, ഇതൊക്കെ ഈ കഷ്ടപ്പാടിനെ വളരെയധികം അധികരിക്കുന്നതായിട്ട് നമുക്ക് പ്രത്യക്ഷത്തിൽ കണ്ടുവരുന്നതാണ്. ഒരു ദിവസത്തിൽ തന്നെ ഏകദേശം ഒരു 10-15 പേരോളം ഇതിനും സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ, അതല്ലെങ്കിൽ നോക്കാൻ ആരുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അതിനൊരു തീരുമാനം എടുക്കണമെന്നൊക്കെ പറഞ്ഞ് എൻ്റെ അടുത്ത് തന്നെ ഒരു അഡ്മിനിസ്ട്രേറ്റർ എന്നുള്ള നിലയിൽ എൻ്റെ അടുത്ത് വരാറുണ്ട്. അപ്പോൾ ഒക്കെ ഇതിന് ഈ SKSS പോലുള്ള യുവജന സംഘടന തികച്ചും മാതൃകാപരമായിട്ട് ചെയ്യുന്ന പല കാര്യങ്ങളും, പ്രധാനമായിട്ട് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ, സഹചാരിയുടെ ആംബുലൻസ് സർവീസ്, മെഡിക്കൽ സ്റ്റോർ, മെഡിക്കൽ കൺസൾട്ടേഷൻ, ബ്ലഡ് ഡോണേഴ്സ് ഫോറം, ഇതൊക്കെ വിഖായ കേന്ദ്രം, പെൻഷൻ പദ്ധതി, ഇതൊക്കെ നടക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നു എന്നുള്ളത് വളരെയധികം നമുക്ക് ആശ്വാസം പകരുന്ന ഒന്നാണ്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ മെഡിക്കൽ കോളേജിനായിട്ട് പ്രവർത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്നു എന്നായിട്ട് ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. തീർച്ചയായിട്ടും അതിനെല്ലാ സഹകരണവും ഞാൻ വാഗ്ദാനം നൽകുകയാണ്. തീർച്ചയായിട്ടും അതിന് നിങ്ങളുടെ എല്ലാ സഹകരണം അതിലുണ്ടാകും. അപ്പോൾ അത് തീർച്ചയായിട്ടും ഇവിടെ വരുന്ന രോഗികൾക്ക്, സമൂഹത്തിന് വളരെയധികം പ്രയോജനപ്പെടും. അതൊരു ദൈവാനുഗ്രഹം ഉണ്ടാകുന്ന ഒരു പുണ്യകർമ്മമായിട്ട് ഞാൻ ഇവിടെ സൂചിപ്പിച്ചിരുന്നു. അതിനുള്ള എല്ലാ ആശംസകളും ഞാൻ നേരുകയാണ്. നിങ്ങൾക്കെല്ലാം എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. നന്ദി, നമസ്കാരം. പ്രഗത്ഭനായ എഴുത്തുകാരനും ചിന്തകനും MLAയുമായ ബഹുമാനപ്പെട്ട ജനാബ് PA അഹമ്മദ് കബീർ സാഹിബ് ആശംസകൾ അർപ്പിക്കുന്നു. സ്നേഹമുള്ള അധ്യക്ഷൻ ES ഹസൻ ഫൈസി അവർകളെ, നമ്മുടെ ഇന്നത്തെ മുഖ്യ അതിഥി പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ അവർകളെ, മുഹമ്മദ് ഫൈലി അടക്കമുള്ള പണ്ഡിതന്മാരെ, സ്നേഹമുള്ള സഹോദരന്മാരെ, സുഹൃത്തുക്കൾ, SKSSF എന്നും നമ്മുടെ കേരളീയ സമൂഹത്തിൽ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കുറിച്ച ഒരു സംഘടനയാണ്. ഇന്നിവിടെ വരാൻ ഇന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ സവിശേഷമായ താല്പര്യമെടുക്കാൻ കാരണം, ഇസ്ലാമിക പ്രവർത്തനങ്ങളിൽ ഈ പ്രദേശത്തെ ചെറുപ്പക്കാർ കാണിക്കുന്ന ബോധപൂർവകമായ താല്പര്യം കൊണ്ടാണ്. അവരാ സെന്ററിന് പേരിട്ടപ്പോൾ ഇസ്ലാമിക് സെന്റർ എന്ന് തന്നെ പേരിട്ടു.
ഈ വഴി കടന്നു പോകുന്ന സന്ദർഭങ്ങളിലെല്ലാം ആ സെന്റർ നിരീക്ഷിക്കുമ്പോൾ അത്യാവശ്യം സജീവത കാണാൻ കഴിഞ്ഞു എന്നുള്ളത് ഞങ്ങളെപ്പോലെയുള്ളവർക്ക് വലിയ ആനന്ദം പകരുന്ന കാര്യമാണ്. ഖുർആന്റെ സന്ദേശം മുസ്ലിങ്ങളിലൂടെ പ്രകാശിതമാകണം എന്നതാണ് ഖുർആൻ നമ്മളോട് ആവശ്യപ്പെടുന്നത്. നമ്മുടെ വല്ലുമ്മ ആയിഷ സിദ്ദീഖ റളിയല്ലാഹു തആല താബിഈങ്ങൾക്ക് ദീൻ പഠിപ്പിച്ചു കൊടുക്കുന്ന നേരത്ത് അവരുടെ ചോദ്യങ്ങൾക്ക് നൽകിയ ഒരു ഉത്തരമുണ്ട്. അത് നമ്മുടെ ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ അനുസരിച്ച് ജീവിക്കുകയാണ് ചെയ്തത് എന്ന പ്രയോഗമാണ്. അതിൽ നിന്ന് നാം മനസ്സിലാക്കുന്നത് ഖുർആന്റെ പാഠങ്ങൾ എന്ത് എന്ന് അറിഞ്ഞ് പഠിച്ച് മുന്നോട്ട് പോകുന്ന ഒരു ജനതയുണ്ടാകും. ആ ജനതയിലൂടെ പ്രകാശിതമാകുന്ന ഖുർആനികമായ ആശയങ്ങളിലേക്ക് ജനങ്ങൾക്ക് വഴി കാണിക്കാനാവും. ഇത് തമസ, അന്ധകാരം. ഒരു ജനത വല്ലാതെ വിമർശിക്കപ്പെടുമ്പോൾ തങ്ങൾ എന്തിനാണ് വിമർശിക്കപ്പെടുന്നത് എന്നവർക്ക് മനസ്സിലാവുന്നില്ല. വിമർശിക്കുന്നവരാവട്ടെ ഈ കാര്യങ്ങളൊന്നും പഠിച്ചിട്ട് വിമർശിക്കുന്നവരുമല്ല. ഇതൊരു വല്ലാത്ത ദുരന്തമാണ്. 6-ാം നൂറ്റാണ്ടിലെ അന്ധകാര നിബിഡമായ ഭീതിജനകമായ സംഭ്രമജനകമായ സാമാജിക ഘടന മാറ്റാൻ വേണ്ടിയാണ് ഖുർആൻ വന്നത്. ആ ഖുർആൻ ആവട്ടെ അതിനു മുമ്പ് വന്ന വേദഗ്രന്ഥങ്ങളെ സത്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് വന്നതെന്ന് സ്വയം പറയുകയാണ്. ഖുർആന്റെ ഭാഷയിൽ ഖുർആൻ പറയുന്നത് ഖുർആന് മുമ്പ് വന്ന വേദഗ്രന്ഥങ്ങളെ സാക്ഷ്യപ്പെടുത്താനാണ്, സത്യപ്പെടുത്താനാണ് ഖുർആൻ വന്നിരിക്കുന്നത്. എന്നിട്ട് പല വേദങ്ങളിലൊന്നായി, പല ജാതികളിലൊന്നായി, പല മതങ്ങളിലൊന്നായി ചുരുങ്ങിപ്പോകുന്ന അതീവ ഗുരുതരമായ ഒരപജയത്തിലേക്ക് ഈ സമാജം കടന്നു പോകുന്ന ഘട്ടത്തിൽ ഒരു പുതിയ ഉണർവ് വരുത്താൻ SKSSF നടത്തുന്ന ശ്രമങ്ങളെ ഞങ്ങളെപ്പോലെയുള്ളവർ സ്വാഭാവികമായും പ്രത്യാശയോടുകൂടി ഉറ്റുനോക്കുകയാണ്. ജനാബ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പ്രസിഡന്റും ഈ സദസ്സിലുള്ള മുഹമ്മദ് ഓണംപള്ളി ഫൈലി സെക്രട്ടറിയുമായിരുന്ന കാലത്ത് അവരാരംഭിച്ച ഖുർആൻ പഠന കളരി ഈ ദിശയിൽ ഒരു വലിയ തുടക്കം, അതിന്റെ ഒരു തുടർ പ്രവർത്തനം ഇന്നത്തെ നേതൃത്വം ഈ സഹചാരി പ്രസ്ഥാനത്തിലൂടെ ആവിഷ്കരിക്കുകയാണ്. വിഖായ എന്ന മഹിതമായ ഒരാശയം ഈ സഹചാരി മൂവ്മെന്റിലൂടെ കേരളത്തിലെല്ലായിടത്തും വ്യാപിപ്പിക്കാൻ നടക്കുന്ന ഈ ശ്രമങ്ങൾ വിജയം കാണും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അള്ളാഹു ഈ സംരംഭങ്ങളെ വിജയിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം ഇസ്ലാമിക് സെന്ററിന്റെ പ്രവർത്തകന്മാർ ഈ ഖുർആനികമായ ആശയങ്ങൾ കൂടുതൽ പഠനത്തിനും ഗവേഷണത്തിനും വിധേയമാക്കുന്ന ഇവിടെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഫൈസലും അജാസും നൗഫലും കൂട്ടുകാരും അവർക്ക് അത്യാവശ്യം വിദ്യാഭ്യാസമുള്ളവരാണ്, കർമ്മനിരതരാണ്, സേവന താല്പര്യമുള്ളവരാണ്. ആ ചെറുപ്പക്കാരുടെ നേതൃത്വത്തിന് ഇവിടെയുള്ളൊരു പ്രത്യേകത നമ്മുടെ അബൂബക്കർ ഫൈസിയെ പോലെ, TS അബൂബക്കറിനെ പോലെയുള്ള ആളുകൾ ഇവർക്ക് മതിയായ പ്രോത്സാഹനം കൊടുക്കാൻ രംഗത്ത് വരുന്നു എന്നതും വളരെ സന്തോഷകരമായ കാര്യമാണ്. ഈ കൂട്ടായ്മ നിലനിർത്തി മുന്നോട്ട് പോകണം എന്ന് അപേക്ഷിക്കുന്നു. ഉലമാവും ഉമറാവും ഒരുമിച്ച് വളരുന്ന ഒരു കാലഘട്ടമാണ് ഉണ്ടാവേണ്ടത്. നല്ല ഉമറാവും നല്ല ഉലമാവും. നമ്മുടെ എറണാകുളം ജില്ല അതിന് പേരുകേട്ട ജില്ലയാണ്. നമ്മുടെ കുഴുവലിപ്പടിയിലെ ദറസ്, തൃക്കാക്കരയിലെ ദറസ്, ഇടപ്പള്ളിയിലെ ദറസ് ഒന്നും നമ്മൾ മറക്കാൻ പാടില്ല.
ആ ഗുരുക്കന്മാരിൽ ശ്രദ്ധേയനായ KP അബൂബക്കർ മുസ്ലിയാരെ പോലെയുള്ള മഹത്തുക്കൾ നേതൃത്വം നൽകിയ ഒരു ജില്ലക്ക് കൂടുതൽ ജോലികൾ ഏറ്റെടുക്കാൻ പ്രാപ്തി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ചെറുപ്പക്കാർക്ക് എല്ലാ വിജയങ്ങളും നേർന്നുകൊണ്ട് ഈ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും.